നമസ്കാരം. മൂത്രാശയ അണുബാധ അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. ബാക്ടീരിയ ആണ് അണുബാധയ്ക്ക് കാരണം. ഇത് മൂത്രാശയത്തിലോ മൂത്രനാളിയിലോ വൃക്കയിലോ ഒക്കെ വരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ അനുഭവപ്പെടുക, മൂത്രം ഒഴിച്ചാലും ഇനിയും ഒഴിക്കണം എന്നൊക്കെ തോന്നുക, അടിവയറ് വേദന, മൂത്രത്തിലെ ദുർഗന്ധം എന്നീ ലക്ഷണങ്ങളായിരിക്കും കൂടുതൽ കാണുക. അസുഖം ഗുരുതരമായ പനി, വിറയൽ, ഛർദി ഒക്കെ ഉണ്ടാവും. അണുബാധ കൂടിയ വൃക്കയെയും ബാധിക്കാം. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് തന്നെയാണ് പ്രധാന കാരണം. കൂടാതെ മൂത്രം പിടിച്ചു വയ്ക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഡയബറ്റിസ്, ക്യാൻസർ, മറ്റ് കിടപ്പ് രോഗികൾ ഇങ്ങനെയുള്ളവരിൽ അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ വൃക്കയിൽ കല്ലുള്ളവർ, ആർത്തവിരാമമായ സ്ത്രീകൾ എന്നിവരിലും ഇടയ്ക്കൊക്കെ വരാം. സ്ത്രീകളിലെ ലൈംഗിക ബന്ധവും മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാവാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം കുറവാണ്. അതിനാൽ പുറത്തു നിന്നുള്ള ബാക്ടീരിയയ്ക്ക് പെട്ടെന്ന് മൂത്രനാളിയിലൂടെ കടന്ന് മൂത്രാശയത്തിൽ എത്താൻ എളുപ്പമാണ്. അതിനാലാണ് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആർത്തവിരാമം എത്തിയ സ്ത്രീകളിൽ ഈസ്ട്രജന്റെ അളവ് കുറയുന്നതാണ് അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുന്നത്. ലക്ഷണമുള്ള ഒരാളുടെ മൂത്രം പരിശോധിച്ചാണ് രോഗം കണ്ടുപിടിക്കുന്നത്. അണുബാധയ്ക്ക് കാരണം ഏത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കാൻ യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ മൂത്രാശയ അണുബാധ അതായത് യൂറിനറി ഇൻഫെക്ഷൻ എങ്ങനെ തടയാമെന്ന് നോക്കാം. ധാരാളം വെള്ളം കുടിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അതായത് 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കുക. അതിൽ ബാർലിയോ ഞെരിഞ്ഞിലോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മൂത്രത്തിലെ അണുക്കളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. രണ്ടാമത്, കൃത്യസമയത്ത് മൂത്രം ഒഴിക്കുക. മൂത്രം ഒരിക്കലും പിടിച്ചു വെക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് മൂത്രാശയ പേശികളെ ദുർബലമാക്കുകയും അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട്, വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. കൂടാതെ ആർത്തവ സമയത്ത് പാഡുകൾ, മെൻസ്ട്രൽ കപ്സ്, ടാമ്പണുകൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ശുചിത്വം പാലിക്കുക. തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ മൂത്രാശയ അണുബാധ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചില അവസരങ്ങളിൽ വൃക്കയെയും മറ്റ് അവയവങ്ങളെയും ഒക്കെ ബാധിച്ചേക്കാം. കൂടാതെ BP ഒക്കെ കുറയാനും ഒക്കെ കാരണമാവാം. തുടക്കത്തിൽ തന്നെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സ തേടുക.